സ്റ്റാച്യു ഓഫ് ലിബർട്ടി കണ്ട് അടുത്ത് നമ്മൾ പോകുന്നത് അമൂലിൻ്റെ സ്വന്തം നാടായ ആനന്ദിലേക്കാണ്. പണ്ട് കോഴിക്കോടുകാരനായ ഒരു മലയാളി വന്ന് തുടങ്ങി അത്ഭുതം സൃഷ്ടിച്ച അമൂലിലേക്ക് തന്നെ, ഡോക്ടർ വർഗീസ് കുര്യൻ. ഏകദേശം ഒരു 11 മണി ആയതോടെയാണ് നമ്മൾ ആനന്ദിൽ എത്തിയത്. പിന്നെ നമ്മൾ ഈ കാണുന്ന റെസ്റ്റോറൻറ്റിൽ നിന്നൊരു ബ്രഞ്ച് കഴിച്ച് കുറച്ച് നേരം പുറത്ത് വെയിറ്റ് ചെയ്തു. കാരണം 2 മണിക്കാണ് ഇവിടെ സന്ദർശകർക്ക് സമയം അനുവദിച്ചിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇവിടെ വന്ന് നമ്മൾ ആദ്യം ഒരു പാസ് ഉണ്ടാക്കണം. മുൻകൂട്ടി നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആ സമയമാകുമ്പോൾ തന്നെ എൻട്രി ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നിർത്തി സെക്യൂരിറ്റിനെ ചെന്ന് കണ്ട് അവിടെ നമുക്ക് പാസ് ഉണ്ടാക്കിയാലാണ് മുമ്പോട്ട് പോകാൻ പറ്റുന്നത്. ആ കാണുന്ന കൗണ്ടറിലാണ് പാസ് കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ എൻട്രൻസിൽ തന്നെ നല്ല വിശാലമായിട്ടുള്ള കുറേ ഗാർഡനിങ് ഉണ്ട്, നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഇതിൻ്റെ പാസ് വരുന്നത്. ഈ കാണുന്ന വഴി നേരെ മുമ്പിലോട്ട് ചെല്ലുമ്പോൾ നമുക്കവിടെ വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഉണ്ട്. അവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി കാഴ്ചകളിലേക്ക് പോകുന്നത്. ഈ കാണുന്നത് വലിയൊരു അവരൊരു ഓഡിറ്റോറിയമാണ്. അമൂൽ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭക്ഷ്യ ബ്രാൻഡുകളിൽ ഒന്നാണ്. 400-ൽ പരം ഉൽപ്പന്നങ്ങൾ അവർക്കുണ്ട്. ഇതിൽ പാല്, വെണ്ണ, നെയ്യ്, ചിപ്സ്, പനീർ, ഐസ്ക്രീം, ചോക്ലേറ്റ്, മിൽക്ക് പൗഡർ, അങ്ങനെ ഒരുപാട് പ്രോബയോട്ടിക് ഡ്രിങ്ക്സ്, ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഏകദേശം 50-ലേറെ രാജ്യങ്ങളിലേക്ക് ഈ പ്രൊഡക്ട്സ് കയറ്റുമതി ചെയ്യുന്നുണ്ട്. അമൂൽ പ്രവർത്തിക്കുന്നത് ഗുജറാത്ത് കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ GCMMF എന്ന ഫെഡറേഷൻ വഴിയാണ്. ഏകദേശം 90,000 കോടി രൂപയുടെ ആസ്തിയുണ്ട് നിലവിൽ. ഒരു ചെറിയ സഹകരണ സംഘമായി തുടങ്ങി അമൂൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഡയറി ബ്രാൻഡുകളിൽ ഒന്നായി വളർന്നിരിക്കുകയാണ്. ഈ വളർച്ചയ്ക്ക് പിന്നിൽ ഡോക്ടർ വർഗീസ് കുര്യൻ എന്നൊരു കോഴിക്കോടുകാരൻ്റെ കഠിനാധ്വാനവും ദീർഘവീക്ഷണവും എല്ലാമുണ്ട്. ഈ കാണുന്ന വഴിയാണ് നമ്മൾ പ്ലാന്റ് വിസിറ്റിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് അദ്ദേഹത്തിൻ്റെ ചെറിയൊരു മ്യൂസിയവും അതുപോലെ തന്നെ അമൂൽ ഗേളിൻ്റെ ഒരു ചെറിയ സ്റ്റാച്യുവും കാണാൻ പറ്റും. അദ്ദേഹം വരുമ്പോൾ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം താമസിച്ചത് പോലും ഒരു കാർ ഷെഡിലായിരുന്നു തുടക്ക കാലഘട്ടങ്ങളിൽ. അതൊരു മ്യൂസിയമായിട്ട് ഇവിടെ ഉണ്ട്. ഈ കാണുന്ന ടാങ്കറുകളെല്ലാം പാല് കൊണ്ടുവരുന്ന ടാങ്കറുകളാണ്. ഈ വഴി നേരെ പോകുമ്പോഴാണ് നമുക്ക് ഡയറി വിസിറ്റിന്റെ എൻട്രൻസ് വരുന്നത്. ഇവിടെ പാസ് കാണിച്ച് വേണം നമുക്ക് അകത്തേക്ക് എൻ്റർ ചെയ്യാനായിട്ട്. കൊണ്ടുവരുന്ന പാല് ഇവര് ബേസിക് ആയിട്ടുള്ള എന്തോ ടെസ്റ്റ് കാര്യങ്ങളാണ് നടത്തുന്നത് കാണുന്നത്. ഇതാണ് നമുക്ക് പ്ലാന്റ് വിസിറ്റിന് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഏരിയ. ഇവിടെ നിന്ന് നമുക്ക് അകത്തേക്ക് ചെല്ലുമ്പോൾ പ്ലാന്റിന്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ കാണാൻ പറ്റും. ഈ കാണുന്നതൊക്കെ അമൂലിൻ്റെ പ്രൊഡക്ട്സ് ആണ്. അവര് ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്ട്സ് ആണ് ഇതെല്ലാം. ഈ കാണുന്നതെല്ലാം പാല് പ്രോസസ്സ് ചെയ്തെടുക്കുന്ന യൂണിറ്റുകളാണ്. അമൂല് വിസിറ്റ് ചെയ്തിട്ടുള്ള നേതാക്കന്മാരുടെ ചിത്രങ്ങളാണ് ഇവിടെ മൊത്തം വെച്ചിട്ടുള്ളത്. ഇതിലെ ബ്ലാക്ക് കോട്ട് ധരിച്ചിരിക്കുന്നതാണ് ഡോക്ടർ കുര്യൻ. ഈ പ്ലാന്റിന്റെ ഹൈജീനിനെ പറ്റി നമുക്ക് ഒന്നും പറയുന്നില്ല, അത്ര നല്ല ഹൈജീനിക്കാണ്. ഈ കാണുന്നത് അമൂൽ പ്ലാന്റുകളുടെ ഒരു ചെറിയ മിനിയേച്ചറുകളാണ്. ഈ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ചെല്ലുമ്പോഴാണ് ബാക്കി കാഴ്ചകളുള്ളത്. ഈ കാണുന്നത് പാൽപ്പൊടി ഉണ്ടാക്കുന്ന യൂണിറ്റ് ആണ്. ഇവിടെ വന്നു പോയിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുടെ ഫോട്ടോസാണ് ഇതെല്ലാം. ഇതവരുടെ ക്വാളിറ്റി ചെക്കിംഗ് ലാബാണ്. എല്ലാ പ്രൊഡക്ട്സിന്റെയും ക്വാളിറ്റി അവർ ടെസ്റ്റ് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഇത് കഴിഞ്ഞാൽ ബട്ടറിന്റെ പ്രൊഡക്ഷൻ നമുക്ക് കാണാൻ പറ്റും, പക്ഷെ അത് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. ഈ കാണുന്നതാണ് കുര്യൻ മെമ്മോറിയൽ. അദ്ദേഹത്തിനോടുള്ള ബഹുമാനാർത്ഥം ഉണ്ടാക്കിയിട്ടുള്ളൊരു ബിൽഡിംഗ് ആണിത്. ഇതിൻ്റെ അകത്ത് കുറച്ച് ഫോട്ടോസും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ 1-2 സ്റ്റാച്യൂസും ആണ് ഉള്ളത്. ഞാൻ കുക്കു FM-ൽ ഇദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഓഡിയോ ആയിട്ട് കേട്ടിട്ടുണ്ട്. ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇദ്ദേഹത്തിൻ്റെ. നിങ്ങൾ ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് കേട്ടിട്ടുണ്ടോ? വെളുത്ത വിപ്ലവം. 1965 അദ്ദേഹം നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ആദ്യത്തെ ചെയർമാനായിട്ട് നിയമിതനായി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ ഫ്ലഡ് പദ്ധതിയിലൂടെ ഇന്ത്യയിലെ പാലുൽപാദനം വൻതോതിൽ വർദ്ധിച്ചു. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ പാലുൽപാദിക്കുന്ന രാഷ്ട്രമായിട്ട് മാറി.
ലക്ഷക്കണക്കിന് കർഷകർക്കാണ് സ്ഥിര വരുമാനം ലഭിച്ചു തുടങ്ങിയത്. ഇതുകൊണ്ടാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇദ്ദേഹത്തിന് പത്മശ്രീ, പത്മവിഭൂഷൺ അങ്ങനെ പലതരത്തിലുള്ള അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഇത് ഭുവൻദാസ് പട്ടേൽ, അതുപോലെ തന്നെ സർദാർ വല്ലഭായ് പട്ടേൽ, പിന്നെ കുര്യൻ സാറിൻ്റെയും സ്റ്റാച്യൂസ് ആണ്. ഈ കാണുന്നതെല്ലാം ഇവിടുത്തെ കർഷകരെ അവർ യോജിപ്പിച്ച് എങ്ങനെ ഇത്രയും ഇതാക്കി എന്നുള്ളതിൻ്റെ ഓരോരോ പോസ്റ്ററുകളാണ്. ഈ കാണുന്ന രാജ്യത്തെല്ലാം ഇന്ന് അമൂലിൻ്റെ പ്രൊഡക്ട്സ് എത്തുന്നുണ്ട്. കുര്യൻ സാറിൻ്റെയും ഭുവൻദാസ് പട്ടേലിൻ്റെയും വലിയൊരു ഇമേജാണ് ഈ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് വലിയൊരു അടിപൊളി ഓഡിറ്റോറിയം ഉണ്ട്. ഇവിടെ കർഷകരെ ഇരുത്തി എഡ്യൂക്കേറ്റ് ചെയ്യുന്ന സ്ഥലം കൂടിയാണ്. ഗാർഡനിൽ നല്ല രീതിയിലുള്ള പക്ഷികൾ വരുന്നുണ്ട് വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട്. ഈ കാണുന്ന സ്ഥലത്ത് നമുക്ക് അമൂലിൻ്റെ പ്രൊഡക്ട്സ് ഡയറക്റ്റ് മേടിക്കാം. ഞങ്ങൾ കുറച്ച് പ്രൊഡക്ട്സ് മേടിച്ചു. എല്ലാം നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു. ഈ സ്റ്റോറിലും പല തരത്തിലുള്ള ചോക്ലേറ്റുകൾ അങ്ങനെ പല പ്രൊഡക്ട്സ് ഉണ്ട്. നമ്മളിവിടുന്ന് മേടിച്ച എല്ലാ പ്രൊഡക്ട്സും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ കാണുന്ന വഴിയാണ് കുര്യൻ സാറിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി. ഒരു ബംഗ്ലാവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ പണി നടക്കുന്നതുകൊണ്ട് നമുക്ക് ആ വഴിക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് പിന്നെ ഒരിക്കലാവാമെന്ന് വിചാരിച്ച് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര തിരിച്ചു. പോകുന്ന വഴിക്ക് കാണുന്നതൊക്കെ നിറച്ച് കൃഷികളാണ്. ഇവിടുന്ന് നമ്മൾ അടുത്തത് പോകുന്നത് കേന്ദ്രഭരണ പ്രദേശമായ ദിയുവിലേക്കാണ്. പോകുന്ന വഴികളൊന്നും ഒരു രക്ഷയില്ലാത്ത എക്സ്പ്രസ് ഹൈവേകളാണ്. അധികം വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ പോകാൻ പറ്റും. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഞാൻ 120 km/h സ്പീഡിൽ പോകാനുള്ള പെർമിഷനുള്ള റോട്ടിലൂടെ ഞാൻ വണ്ടി ഓടിക്കുന്നത്. ഒരു രക്ഷയും ഇല്ലാത്ത റോഡാണ്. കണ്ടാൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണ് ഈ റോഡുകളെല്ലാം. പോകുന്ന വഴിക്ക് നമുക്ക് വിശക്കുന്നുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടൊരു ഹോട്ടലിൽ കയറി. ഇവിടെ കൂടുതലും ഗുജറാത്തിൽ വെജ് റെസ്റ്റോറൻ്റാണ് എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്നത് നോൺ വെജിനേക്കാൾ. ഏകദേശം രണ്ടിനും സെയിം പ്രൈസാണ്. പക്ഷേ വെജിറ്റേറിയൻ ആണെങ്കിലും ഫുഡ് നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. അവരുടെ സർവീസും വളരെ നല്ല സർവീസാണ്. പിന്നെ ഗുജറാത്തിലാണെങ്കിലും എവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ കയറിയാലും ഈ സവാളയും ഈ സാലഡ് ഫ്രീ ആയിട്ട് തന്നെ തരും. അതുപോലെ തന്നെ ബട്ടർ റൊട്ടിയും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് നമ്മൾ ഇന്ന് ഈ കണ്ട പമ്പിലാണ് നമ്മൾ രാത്രി കിടന്നത്. നമ്മുടെ യാത്ര ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്. ഇവിടുന്ന് നമ്മൾ അടുത്ത് പോകുന്നത് കേന്ദ്രഭരണ പ്രദേശമായ ദിയുവിലേക്കാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.